കോഴിക്കോട് കോർപ്പറേഷനിലെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ ഒന്നാണ് പാളയത്തെ പച്ചക്കറി മാർക്കറ്റ്. പുതിയ മാർക്കറ്റ് നിർമ്മാണം ഭരണ നേട്ടമായി LDF ഉയർത്തി കാണിക്കുമ്പോൾ കോർപ്പറേറ്റുകൾക്ക് നഗരത്തെ തീരെഴുതി നൽകിയെന്നാണ് UDFന്റെ ആരോപണം. വിഷയത്തിൽ പാളയം പുതിയ മാർക്കറ്റിൽ നിന്നും പഴയ മാർക്കറ്റിൽ നിന്നുള്ള പ്രതികരണങ്ങൾ നമുക്ക് കാണാം. തെരഞ്ഞെടുപ്പ് ആവേശം ഉച്ചസ്ഥായിലേക്ക് നീങ്ങുമ്പോൾ കോഴിക്കോട് നഗരത്തിലെ പാളയം മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വലിയ സമര പരമ്പരകൾക്ക് വേദിയായ ഒരിടം കൂടിയാണ് പാളയം മാർക്കറ്റ്. കാരണം പാളയം പഴയ മാർക്കറ്റ് പുതിയ മാർക്കറ്റിലേക്ക് മാറ്റുകയും അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയും ചെയ്തിരുന്നു. നമുക്കൊപ്പം പാളയം മാർക്കറ്റിലെ കച്ചവടക്കാരോട് തന്നെ ചോദിക്കാം. തെരഞ്ഞെടുപ്പിന്റെ ആവേശമൊക്കെ എങ്ങനെയായി? തെരഞ്ഞെടുപ്പ് നമ്മൾ കോർപ്പറേഷന്റെ ആൾക്കാരൊക്കെ എണീച്ച് വായിപ്പിക്കാൻ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കില്ല. അവരെ പൊട്ടിക്കാനുള്ള ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. ഇടതുപക്ഷത്തിലെ അവര് ഇങ്ങോട്ട് വോട്ട് ചോദിച്ചു വന്നോ? വോട്ട് ചോദിച്ചു വന്നാൽ അവർക്ക് വോട്ട് കൊടുക്കുന്ന അഭിപ്രായം തന്നെ ഇന്ത്യയിലില്ല. LDFന് വോട്ട് കൊടുക്കുന്ന പ്രശ്നമില്ല. കാര്യം എന്താ? ഇവിടുന്ന് പച്ചക്കറി മാർക്കറ്റ് ഇവിടുന്ന് എടുത്തെറിയപ്പെടുന്നു. നേരത്തെ പോലെ ആർക്ക് വോട്ട് ചെയ്തിരുന്ന ആളാണ്? CPMന് വോട്ട് ചെയ്ത ആളാ. ഇപ്പൊ CPMന് വോട്ട് ചെയ്ത ഇപ്പൊ UDFനാ വോട്ട് ചെയ്യാൻ പോണ്. എന്തുകൊണ്ടാണ് കാരണം? ഇവിടെ പച്ചക്കറി മാർക്കറ്റ് ഇവിടുന്ന് കല്ലത്തങ്കടവിലേക്ക് മാറ്റുന്നത് അതിനെ കൊണ്ടാണ്. ഒറ്റ കാരണം കൊണ്ടാണ്. എങ്ങനെയാണ് നിങ്ങളൊക്കെ ഇവിടെ ഉള്ളവരാ? എങ്ങനെയാണ് ഇത്തവണ ഇലക്ഷന്റെ ആവേശമൊക്കെ എവിടെ വരെ? ഇലക്ഷന് ആർക്കൊരു ഇതില്ല, ഒരു ഉസാറില്ല ഇലക്ഷൻ വോട്ട് ചെയ്യാൻ. ഇപ്പൊ മാർക്കറ്റിൽ വന്ന് പോവല്ലേ, അതാണ്. മാർക്കറ്റ് പോകുന്നതിന്റെ ഒരു വിഷമാണ് നിങ്ങൾക്ക്? അത് ഉണ്ടാവല്ലോ, എല്ലാവർക്കും വിഷമം ഉണ്ടല്ലോ. അത് വോട്ടിൽ പ്രതിഫലിക്കുമോ? ഇതിനെക്കാട്ടി ചെറുപ്പമുള്ള ആൾക്കാർ ഇവിടെ കഴിയുന്നുണ്ട്. അതുപോലെ എത്ര കാലമായി ഇവിടെ. അതിൽ നമ്മൾ ഇതാ പോണത്, ചോറാണ് പോകുന്നത്. അപ്പൊ ഇത്തവണ വോട്ട് ചെയ്യുമ്പോൾ അതോടെ നോക്കിയാണോ വോട്ട് ചെയ്യുക? അത് പറയാൻ പറ്റില്ല നമുക്ക്. അത് നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് ആലോചിക്കാം ബൂത്തിൽ. ഈ മാർക്കറ്റ് മാറ്റുന്നതുകൊണ്ട് തിരിച്ചു വോട്ട് ചെയ്യണമെന്നൊന്നുമില്ല, അങ്ങനെയാണോ? അങ്ങനെ ഞാൻ ഇപ്പൊ പറയണില്ല. എന്താ പറയാ, നമ്മളിപ്പോ അവിടെ പോയാൽ അറിയാം നമുക്ക് അതിന്റെ. നിങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ സാധനങ്ങൾ വാങ്ങുന്നവരായിരിക്കും അല്ലേ? ഞാൻ വളരെ വർഷങ്ങളായിട്ട് സാധനം വാങ്ങുന്ന ആളാണ്. ഇവിടെ പാളയത്തിലായത് ഇവിടെ എളുപ്പത്തിൽ വന്നു പോകാം, മറ്റേടത്ത് അങ്ങനെ വന്ന് കഴിയില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പറയുകയാണെങ്കിൽ ജനകീയ പ്രശ്നങ്ങളുണ്ടല്ലോ, സാധാരണക്കാരെ കോർപ്പറേഷൻ ഇലക്ഷൻ ആയതുകൊണ്ട് വല്ല സംസ്ഥാന തലത്തിലുള്ള പോളിസി മാറ്റർ ഒന്നല്ല. ജനകീയ പ്രശ്നങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജനം, നാശല്യം, ഇതിലൊന്നും കോർപ്പറേഷന്റെ ശ്രദ്ധ പതിക്കുന്നില്ല. അവർ നികുതി വർദ്ധിപ്പിക്കുക, കൊല്ലം നികുതി വർദ്ധിപ്പിക്കുന്ന ഒരു സ്കീം അവരുണ്ടാക്കിയത്. എല്ലാ വർഷവും 5% വർദ്ധിപ്പിക്കല്. ഇതിനു മുമ്പ് ഇല്ലാത്ത പതിവായിരുന്നത്. വർഷം തോറും ഓട്ടോമാറ്റിക്കലായിട്ട് നികുതി വർദ്ധിപ്പിക്കല്. അങ്ങനെയുള്ള പിന്നെ നാശല്യം മൂല്യം വളരെ ഇതാണ്. മറ്റേ മാലിന്യ നിർമ്മാർജ്ജനം, വീട്ടുകാരെല്ലാം കോർപ്പറേഷന്റെ ബാധ്യതകൾക്ക് ഒഴിഞ്ഞു മാറുക. ആദ്യം കോർപ്പറേഷൻ തൊഴിലാളികൾ ദിവസം റോഡ് അടിച്ചു വാരുകയും വീട്ടിൽ വന്ന് മാലിന്യം ശേഖരിക്കലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നിർത്തിയിട്ട് എല്ലാം ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ചിട്ട് കോർപ്പറേഷൻ ബാധ്യത ഒഴിഞ്ഞു മാറാണ്. അവർ നികുതി വർദ്ധിപ്പിക്കലും മറ്റുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കി നികുതി വരുമാനം കൂട്ടലുമാണ് അവർക്ക് താല്പര്യമുള്ളൂ. 10-15 വർഷമായിട്ട് CPM ഭരിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. ഭരണമാറ്റം വരും. ഇനി ഒരു മാറ്റം വേണം, ആവശ്യമാണ്. വരുമോ ഇല്ലേന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. രാഷ്ട്രീയ ഭേദം തന്നെ ഒരു തുടർച്ചയായിട്ട് ഒരു കൂട്ടം ഭരിക്കുമ്പം ഒരു ഇതുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. മാർക്കറ്റ് പോകാൻ പോകുന്നുള്ളതാണ് എല്ലാവരും ഒരു വിഷമം. മാർക്കറ്റ് പോയില്ല, ഇതേമാതിരി ആയിരുന്നു. ഇപ്പം മറ്റേ തറമ്പാട്ടായി ഒന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതെന്ത് തുറക്കത്ത്? അത് തുറക്കാൻ പറയാം. ആദ്യം അത് തുറക്കാൻ പറയും. ഇവിടെ എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ പറയും. എന്നിട്ട് സമ്പാദിക്കുന്ന കോർപ്പറേഷനോട് സമ്പാദിക്കുക. പിന്നെ നാടിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇവിടെയുള്ള ഒരുപാട് കടക്കാരുണ്ട്, അവർക്കൊക്കെ കട കൊടുക്കണം. ഇവിടെ ഒരുപാട് 144 കുടുംബങ്ങളുണ്ട്, തൊഴിലാളികളുണ്ട്, കുടുംബം. ഇവർക്കൊക്കെ തെരുവിൽ ഇവരൊക്കെ ഇവിടെ പോകും. അതാദ്യം അതിനൊരു പരിഹാരം കാണട്ടെ. തെരഞ്ഞെടുപ്പിനെ ഇത് സ്വാധീനിക്കും. അപ്പൊ ഈ മാർക്കറ്റിലെ പിന്നെ തീർച്ചയായിട്ടും സ്വാധീനിക്കും. ഒന്നും പറയാനില്ല. ഈ മാർക്കറ്റ് മാറുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ചാളായി പ്രതിനിധി പുതിയ മാർക്കറ്റ് ഉണ്ടാക്കുകയും ചെയ്തു. എങ്ങനെ കാണുന്നു? പുതിയ മാർക്കറ്റ് പോയിട്ട് എന്താ കാര്യം? കച്ചവടം കാര്യമൊന്നും ഉണ്ടാവില്ല അവിടെ. അത് വിറ്റതല്ലേ, പ്രൈവറ്റ് കമ്പനിക്കാർക്ക് കൊടുത്തതല്ലേ. പിന്നെ നമ്മളെ പറഞ്ഞയച്ചിട്ട് എന്താ കാര്യം? ഇവിടെ തന്നെ ഏക്കർ കണക്കിന് സ്ഥലമില്ലേ, ഇവിടെ തന്നെ സംവിധാനം ചെയ്തു തന്നാ പോരെ. ഇപ്പൊ നോക്കിയിട്ട് കാര്യമില്ല. നമ്മളെ അരിയുടെ കാര്യം നമ്മൾ നോക്കുക. നമ്മൾ മാർക്കറ്റ് ഇവിടെ നിലനിർത്തണം. എന്താണ് കല്ലത്താൻ കടവ് പുതിയ മാർക്കറ്റിന്റെ അവസ്ഥ? തൊഴിലാളികൾ എങ്ങനെ ഇതിനെ കാണുന്നു എന്ന് നമുക്ക് തൊഴിലാളികളോട് തന്നെ, കച്ചവടക്കാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. വലിയ ആഘോഷമായിട്ടാണ് കല്ലത്താൻ കടവ് പുതിയ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നടത്തിയത്. ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും പഴയ മാർക്കറ്റ് പഴയയിടത്തും പുതിയ മാർക്കറ്റ് കെട്ടിടമായി മാത്രം അവശേഷിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, സർക്കാരിന് ഇത് നടപ്പിലാക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാത്ത പ്രവൃത്തി നടത്തുക എന്നുള്ളതല്ല.
കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു എടുത്തു കാണിക്കുന്ന ഒരു പ്രവർത്തനമാക്കിയത് മാത്രം ഉദ്ഘാടനം കഴിച്ചു പോയി. ഇനിയിപ്പോൾ പദ്ധതികളുടെ മുഴുവൻ പണികളും പൂർത്തീകരിച്ചിട്ടില്ല. പിന്നെ അവിടുത്തെ പീഡിയക്കാർ ഇങ്ങോട്ട് വരാൻ തയ്യാറായിട്ടില്ല, കേസ് കൊടുത്തിട്ടുണ്ട്. ഇതിന് നിരവധി കടമ്പകൾ ഈ സർക്കാരിന് കിടക്കാനുണ്ട്. കാരണം ജോലിക്കാരുടെ കാര്യത്തിലായാലോ ഇവിടെ 300 ഷോപ്പുണ്ട്, അവിടെ 210 തൊഴിലാളികളാണുള്ളത്. BMS 36 പേർക്ക് മെമ്പർഷിപ്പ് ആവശ്യപ്പെട്ട് ലേബർ കാർഡ് ആവശ്യപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയം വരെ ലേബർ ഓഫീസർ ഞങ്ങൾക്ക് ഒരു മറുപടി തന്നിട്ടില്ല. ഇപ്പൊ വരുന്ന പീഡിയക്കാർ പറയുന്ന കാര്യം എന്താ, അവിടെ ഞങ്ങൾക്ക് 2 തട്ടടിക്കാൻ പറ്റുന്ന ഹൈറ്റുള്ള പീഡിയകളാണ് അവിടെ നിലവിലുള്ളത്, പഴയ പീഡിയ. അതിന്റെ വാടകയും ഒരു പരിമിതിയുണ്ട്. ഇത് തൊള്ളേ കൊള്ളാത്ത വാടകയും വാങ്ങുക, റൂമിന്റെ ചെറുപ്പവും. അതുകൊണ്ട് അവിടുത്തെ വ്യാപാരികൾ ഇവിടേക്ക് വരാൻ തയ്യാറായിട്ടില്ല. തയ്യാറാവാതെ ഇവർ എങ്ങനെ അടിച്ചു വായിപ്പിക്കുന്ന പറയുന്നത്, ഇവർ പറയുന്നത് 2-3 ഭീഷണിയാണ് കോഴിക്കോട് മറ്റേ പാളയം മാർക്കറ്റിലുള്ള വ്യാപാരികളോട് കോർപ്പറേഷൻ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഭരണാധികാരികൾ പറഞ്ഞിട്ടുള്ളത്. ഒരേ കാര്യം തന്നെ എങ്ങനെ ഭരണ നേട്ടവും ആയും അതേസമയം വലിയ രീതിയിൽ പ്രതിഷേധത്തിൻ്റെ കാരണമായി മാറുന്നു എന്നതാണ് നമ്മൾ ഈ കോഴിക്കോട് പാളയത്തെ പച്ചക്കറി മാർക്കറ്റുമായി ബന്ധപ്പെട്ട മാറ്റത്തിൽ നിന്ന് കാണുന്ന കാര്യം. ഇത് എങ്ങനെയാണ് വോട്ടിൽ പ്രതിഫലിക്കുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.